ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ സ്കൂളിട്ട് വരാനായപ്പോൾ ഞാനൊന്ന് കിച്ചണിൽ വന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ജനലിനുള്ളിൽ കൂടെ അങ്ങനെ നോക്കിയപ്പോൾ നമ്മളെ വീടിൻ്റെ താഴെ ഭാഗത്തുള്ള തോട്ട് കൂടെ ഒക്കെ അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴുകുന്നത് കണ്ട് അപ്പോൾ ഒന്ന് പോയി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുട്ടികൾ സ്കൂളിട്ട് വരാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവർക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഞാനത് അവിടെ ചായക്കുള്ള വെള്ളം വെച്ച് ആദ്യം, പിന്നെ കുറച്ച് തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല അടിപൊളി ഒരു പലഹാരം റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ദാ ചായ ഇപ്പോൾ തിളച്ചിട്ടോ, ഞാൻ തേങ്ങയൊക്കെ ചിരകി വെച്ചപ്പോൾ തന്നെ അങ്ങനെ ചായ തിളപ്പിച്ച് അവിടെ മാറ്റി വെച്ച്, പിന്നെ എന്താ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു വെള്ളത്തിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം തിളച്ച് വരട്ടിയപ്പോൾ തന്നെ നമുക്ക് അതിലേക്കുള്ള പൊടിയൊക്കെ എടുത്തു വെക്കാം. അപ്പോൾ ഞാനിത് അവിടെ 1 കപ്പ് അരിപ്പൊടിയും 1 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ വെച്ചിട്ട്. ഇനി ഇതാ നമ്മളെ തിളച്ച വെള്ളത്തിലേക്ക് ഇതാ ഈ ഒരു പൊടികൾ ഇട്ട് കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കണ പോലെ തന്നെ കേട്ടോ. അപ്പോൾ അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാറി വരട്ടെ. അപ്പോൾ തന്നെ നമുക്ക് അതിക്കൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് ഞാനിത് അവിടെ 3 പഴം എടുത്തിട്ടുണ്ട്. അതിനും അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ഉണ്ടല്ലോ അതേക്ക് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഞാൻ നേന്ത്രപ്പഴമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഏത് പഴം എടുക്കുക, പക്ഷേ നേന്ത്രപ്പഴത്തിലാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ ചിരകി വെച്ച തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ശർക്കര വേണമെങ്കിൽ ശർക്കര ചേർക്കുക, പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർക്കുക കേട്ടോ. ശർക്കര ആകുമ്പോൾ ഒന്നും കൂടെ ഹെൽത്തി ആവും. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരമൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക. അങ്ങനെ പഞ്ചസാരയും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ മാവും ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമ്മൾ ഈ മാവ് വാട്ടിയെടുത്ത വെള്ളത്തിക്ക് നെയ്യൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിക്കോട്ടെ കേട്ടോ. ഒരുപാട് ബലം പിടിച്ച് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതാ നമ്മളെ മാവൊക്കെ ഞാൻ കുഴച്ചെടുത്തത് അതേപോലെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പത്തിരി പ്രസ്സിലിട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇതുപോലെ നമ്മൾ പൂവടയൊക്കെ ഉണ്ടാക്കുമല്ലോ ആ ഒരു രീതിയിൽ കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഫില്ലിങ് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. പൂവടൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ കേട്ടോ. പിന്നെ ഇങ്ങനെ അതിൻ്റെ ആ ഒരു വക്കൊക്കെ ഉണ്ടല്ലോ, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ മുടഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പലഹാരം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാണ് കേട്ടോ ചെയ്യണത്. ആവിയിൽ വേവിച്ചെടുത്താലും മതി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഫില്ലിംഗ് ഒന്നും പുറത്ത് വരികയൊന്നും ചെയ്യൂല കേട്ടോ. നല്ല സെക്യൂർ ആയിട്ട് തന്നെ ഫില്ലിംഗ് ഉള്ളിലുണ്ടാവും. ഇനി ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എളുപ്പം ഫ്രൈ ആയിക്കോട്ടെ കേട്ടോ. കാരണം നമ്മളെ മാവും വെന്തതാണ് ഫില്ലിങ്ങും വെന്തതാണ്. അപ്പോൾ ജസ്റ്റ് 2 വശം ഒന്ന് മൊരിച്ചെടുത്താൽ മാത്രം മതി. ഇനി എണ്ണ പലഹാരം ഇഷ്ടമല്ലാത്തവർക്ക് ആവിയിൽ വേവിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമാവൂലേ. അപ്പോൾ നമ്മുടെ പലഹാരമൊക്കെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്